പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവികാന ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, അടുത്ത ഞായറാഴ്ച, അതായത് 23-ാം തീയതി ഞായറാഴ്ച ഈശോയുടെ രാജ്യത്വ തിരുനാളാണല്ലോ. ഇനി അതിന് 2-3 ദിവസം കൂടി മാത്രം ബാക്കി. എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ എനിക്ക് ഈശോയുടെ തിരുഹൃദയത്തിനൊരു പള്ളിയിൽ വികാരിയായിട്ടിരിക്കുവാൻ ഇപ്പോഴാണ് ദൈവം അനുവദിച്ചത്. തിരുവനന്തപുരം അടുത്തുള്ള അമ്പൂരി ഫൊറാനയിലെ പാവോട് തിരുഹൃദയ പള്ളിയിലെ വികാരിയച്ഛനാണ് ഞാൻ ചെറുപ്പത്തിൽ ഓർക്കുന്നു, ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു ക്രിസ്തുരാജ പള്ളി ഉണ്ടായിരുന്നു. ആ ക്രിസ്തുരാജ പള്ളിയിലേക്ക് നമ്മുടെ സമീപത്തുള്ള എല്ലാ പള്ളികളിലെ എല്ലാ അംഗങ്ങളും കൊടിയൊക്കെ കൈപിടിച്ച് ജയ് ജയ് ക്രിസ്തുരാജൻ എന്ന് പറഞ്ഞ് ക്രിസ്തുരാജന് ജയ് വിളിച്ച് ക്രിസ്തുരാജന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ചെറുപ്രായത്തിൽ തന്നെ എനിക്ക് അവസരം ലഭിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തിരുഹൃദയത്തോടെ ഉള്ളിൽ വളർന്ന ആ കാലഘട്ടത്തിൽ തന്നെ ഒരു ഭക്തിയുണ്ട്. ഇന്ന് എൻ്റെ പൗരോഹിത്യത്തിൽ അനേക വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞപ്പോഴാണ് ഒരു ഈശോയുടെ തിരുഹൃദയ പള്ളിയിൽ വികാരിയാകുവാൻ എനിക്കിടയായത്. ഞാൻ ഈ പള്ളിയിൽ വന്നപ്പോൾ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു, പണമുള്ളവരും പാവപ്പെട്ടവരും, ആരോഗ്യമുള്ളവരും ഇല്ലാത്തവരും, കുഞ്ഞുങ്ങളും മുതിർന്നവരും എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടും ചെയ്യുന്ന ഒരിടവക, ദൈവത്തെ യഥാർത്ഥത്തിൽ രാജാവായി സ്വീകരിക്കുന്ന ഒരിടവക, ആ സ്വർഗത്തിന്റെ ഉടയവനായ ഈശോയ്ക്ക് മഹത്വം കൊടുക്കുന്ന ഇടവക. ഈ ഇടവകയിൽ പണക്കാരും പാവപ്പെട്ടവരും ഒക്കെ പള്ളിയിലെ ശുശ്രൂഷകളെ ഒക്കെ നോക്കിയും കണ്ടും ചെയ്യുക മാത്രമല്ല, പള്ളിയിലെ തിരുക്കർമ്മങ്ങളിൽ സഹായിക്കുക മാത്രമല്ല, പള്ളിയുടെ പരിസരങ്ങളും പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ അവർ കുടുംബത്തേക്കാൾ ഉന്നതമായ സ്ഥാനം നൽകി നോക്കിയും കണ്ടും ചെയ്യുന്നവരാണ്. ഇത്രമാത്രം ഹൃദയൈക്യമുള്ളൊരു പള്ളിയിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇരിക്കുക. അതുകൊണ്ട് തന്നെ ഈ തിരുഹൃദയ പള്ളിയിൽ വെച്ച് ഈ മഹാജൂബിലിയിലെ ഈശോയുടെ രാജ്യത്വ തിരുനാൾ ആഘോഷിക്കുവാൻ എനിക്ക് നല്ല ദൈവം ഇടവരുത്തിയതിന് ഞാൻ ഈ ഭൂമിയിൽ വെച്ച് തന്നെ ദൈവത്തിന് നന്ദി പറയുകയാണ്. നമ്മളെല്ലാവരും മരണശേഷം സ്വർഗത്തിൽ ദൈവത്തിന് കർത്തൃത്വത്തിന് കീഴിൽ, അവിടുത്തെ രാജ്യത്വത്തിന് കീഴിൽ അംഗങ്ങളായി കഴിയേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അഭിമാനത്തോടെ ഈ രാജ്യത്വ തിരുനാൾ എല്ലാ വർഷവും ആഘോഷിക്കുവാൻ ഇടയാകണം. പിലാത്തോസ് ഈശോയോട് ചോദിക്കുകയുണ്ടല്ലോ, അപ്പോൾ നീ രാജാവാണല്ലേ? അപ്പോൾ ഈശോ പ്രതിവചിച്ചു, നീ തന്നെ പറയുന്നു ഞാൻ രാജാവാണെന്ന്. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 37-ാം തിരുവചനം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈശോയുടെ രാജ്യത്വം ഐഹികമല്ല, അത് സ്വർഗത്തിലാണ്, അത് ദൈവരാജ്യമാണ്, അത് ദൈവത്തിലുള്ള അവസ്ഥയാണ്. അവിടെ മാലാഖമാരുടെ പരിശുദ്ധൻ പാടിസ്തുതിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഭൂമിയിൽ സ്വർഗത്തിന്റെ പ്രതീകമായ ഓരോ ദേവാലയവും മെത്രാൻ മാത്രമേ റൂഷ്മ ചെയ്ത് അത് ദേവാലയമാക്കി ഉയർത്താനാവുകയുള്ളൂ. അപ്പോൾ മെത്രാൻ ഒരു ദേവാലയം റൂഷ്മ ചെയ്യുന്നത് വഴി ആ ദേവാലയത്തിലെ ബലിപീഠം അത് ഒരു വസ്തുവല്ല, അതൊരു തടിയല്ല, അതൊരു പ്രതിമയല്ല, മറിച്ച് അത് ക്രിസ്തു തന്നെയാണ്. അതുകൊണ്ടാണ് ദേവാലയത്തിലെ ബലിപീഠം നമ്മുടെ കർത്താവിന് കപടമാണെന്നും അത് കർത്താവ് തന്നെയാണെന്നും നമ്മൾ വിശ്വസിക്കുക. കാരണം റൂഷ്മ ചെയ്യുന്നത് വഴി ഓരോ ബലിപീഠവും ഈശോമിശിഹ തന്നെയാകുന്നു. അങ്ങനെ തന്നെ ആയെങ്കിൽ മാത്രമേ ആ ബലിപീഠത്തിൽ ക്രിസ്തു രാജാവായിട്ട് വാഴുകയുള്ളൂ. ആ രാജാവായ ക്രിസ്തു ലോകത്തിലുള്ള എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ഈ വലിയ രാജ്യത്വ തിരുനാളിന്റെ മംഗളങ്ങൾ ലോകമെങ്ങുമുള്ള എല്ലാ മക്കൾക്കും ആശംസിക്കുന്നു. ദൈവികാന നാഥ, ലോകമെങ്ങും ആശീർവദിക്കണമേ, ലോകമെങ്ങും അനുഗ്രഹിക്കണമേ, ലോകമെങ്ങും അങ്ങയുടെ കർത്തൃത്വം നിറവേറുവാൻ ഇടയാകണമേ. സ്വർഗത്തിലെ പല ഭൂമിയിലും അങ്ങയുടെ തിരുമനസ്, തിരുവിഷ്ടം, അങ്ങയുടെ രാജ്യം നിറവേറണമേ. നമ്മുടെ കർത്താവ് ശംസിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദിവ്യകാരുണ്യമേ, ശോഭയാലെന്നുള്ളം തെളിയും ജ്വലിക്കുന്നൊരഗ്നിയാം ദിവ്യകാരുണ്യമേ, ദിവ്യശോഭയാലെന്നുള്ളം തെളിയും ദിവ്യാഗ്നിതൻ ശക്തിയാലെന്റെ ഹൃദയം ശുദ്ധീകരിക്കണേ നാഥ. ദിവ്യാഗ്നിതൻ ശക്തിയാലെന്റെ ഹൃദയം ശുദ്ധീകരിക്കണേ നാഥ. ദിവ്യകാരുണ്യനാഥ.